ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചിപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ വളരെ രുചിയേറിയ ഒരു ബീഫ് കറി എമിനി റൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ബീഫാണല്ലോ, അതുകൊണ്ട് ബാക്കി ബീഫ് ഇട്ടതിന് ശേഷം അതിൽ നിന്നങ്ങ് വെന്തോളൂ. അപ്പോൾ പകുതി വേവായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്ത് വരേണ്ട ആവശ്യമില്ലല്ലോ, ബീഫായതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുക. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ടേ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു തിക്ക് കറിയാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ബീഫായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ബീഫ് ഓരോരുത്തരുടെ വേവിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിതിലേക്ക് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടാൽ ഈ ബീഫ് കറിക്ക്. എന്നിട്ട് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-5 വിസിലടിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കറി വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ റൊട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് എനിക്കിങ്ങനെ കയ്യിലിട്ടിട്ട് ചേർക്കുമ്പോഴാണ് കറക്റ്റ് അളവ് കിട്ടുക. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വേണ്ടത് അത്രയോ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഈ മാവ് ഉണ്ടാവേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് ഓരോരോ ബോൾസാക്കി എടുക്കാം. ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ ബോൾസാക്കി എടുക്കുക. ഇതുപോലെ ഫുള്ളും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ ഇതാ ഫുള്ളും ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കറി റെഡിയായോ എന്ന് നോക്കാം. എന്നിട്ടിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു 4 വിസിലടിയുമ്പോഴത്തേക്കിന് എൻ്റെ ബീഫ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ ബീഫ് ഓരോരോ വേവാണല്ലോ ഉണ്ടാവുക. ഈ ബീഫ് വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കറി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഉണ്ടല്ലേ? ഇനി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മിനി റൊട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. ഇനി ഇതാ ഞാൻ ഈ റെഡിയാക്കി വെച്ച ബോൾസ് ഇല്ലേ, ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവുക. എന്നിട്ടിത് പരത്തിയെടുക്കുക. ഇത് അരിയും പൊടിയും കൂടി ആയതുകൊണ്ട് അധികം വലിങ്ങനെ പരത്തിയെടുക്കണ്ട. സ്പീഡിൽ പരത്തിയാൽ ഇത് റെഡിയാക്കി കിട്ടൂല. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇത് ഞാൻ 2 എണ്ണം പരത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് ചുട്ടെടുക്കുകയാണ്. അതിന് വേണ്ടി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം ഇത് ഓരോന്നിട്ടിട്ട് ഇതിൽ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് ബബിൾസ് ഇങ്ങനെ വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെയുണ്ട്. ഇനി ഇതിൻ്റെ 2 വശവും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും വേറെ ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുത്തതാണിത്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെയുണ്ട്. ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ഫുള്ളും നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഫുള്ളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു റൊട്ടിയാണിത്. ഇത് ബീഫ് കറിയും യമനി റൊട്ടിയും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാ നല്ല തിക്ക് ഗ്രേവിയാണ്, കറി നല്ല ടേസ്റ്റുമാണ്. ഇതിൽ നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ കറി ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.